C++ൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. Looping statements. Looping statements are used in programming languages to repeat a specific block until some end condition is met. പലപ്പോഴും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ. അപ്പോൾ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. There are 3 types of loops in C++. C++ൽ 3 തരം ലൂപ്സ് ഉണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഈ 3 തരം ലൂപ്സ് ആണ് C++ ഉള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. For loop. For loop is used to iterate a part of a program several times. ഒരു പ്രോഗ്രാമിന്റെ ചില പാർട്സിനെ ഐട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ പ്രക്രിയയാണ് നമ്മൾ ഐട്രേഷൻ എന്ന് പറയുന്നത്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വരും. അതിനെയാണ് നമ്മൾ ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില പ്രോഗ്രാമിന്റെ പാർട്സിന് പല പ്രാവശ്യം നമുക്ക് ഐട്രേറ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. If the number of iteration is fixed, it is recommended to use for loop. അപ്പോൾ നമുക്ക് ഇത്ര പ്രാവശ്യം ചെയ്യണം എന്ന് നേരത്തെ നമുക്ക് അറിയാമെങ്കിൽ ആ അവസരങ്ങളിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഏതെങ്കിലും ചില സ്റ്റേറ്റ്മെന്റ് ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്ന് നമുക്ക് ആദ്യമേ അറിയാമെങ്കിൽ അവിടെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് നോക്കാം. ഫോർ ബ്രാക്കറ്റിനകത്ത് 3 പാർട്സ് ഉണ്ട്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. 3 പാർട്സിന് നമ്മൾ സെമിക്കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, സെമിക്കോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമിക്കോളൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നമ്മൾ ആ ഫോർ ലൂപ്പിന്റെ ഓപ്പണിംഗ് ബ്രേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓപ്പണിംഗ് ബ്രേസ് കഴിഞ്ഞാൽ പിന്നെ ബോഡി ഓഫ് ഫോർ ലൂപ്പ്. നേരത്തെ പറഞ്ഞു ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നവരെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടത് വരെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മളിവിടെ ബോഡി ഓഫ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ബോഡി ഫോർ ലൂപ്പിന്റെ ബോഡി നമ്മൾ ക്ലോസ് ചെയ്യും. ഈ ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഇതിന്റെ സിന്റാക്സ് ഫോർ ബ്രാക്കറ്റ് അതിനകത്ത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, സെമിക്കോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമിക്കോളൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഫോർ ലൂപ്പിന്റെ ഓപ്പണിംഗ് ബ്രേസ്, അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദി ഫോർ ലൂപ്പ്, അത് കഴിഞ്ഞ് ആ ഫോർ ലൂപ്പിന്റെ എൻഡ്. The initialization statement is executed only once at the beginning. ഇൻസ്റ്റലേഷൻ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ആദ്യം ഒരു പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോർ ലൂപ്പിലോട്ട് ഉള്ള ഇനിഷ്യേഷൻ നടക്കുന്നത്. The initialization statement is executed only once at the beginning. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. Then the test expression is valid. ഫോർ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഫോർ ലൂപ്പിൽ കയറുന്ന സമയത്ത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നേരെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഫാൾസ്, ഫോർ ലൂപ്പ് ഈസ് ടെർമിനേറ്റഡ്. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സിറ്റുവേഷൻ വരാം.
ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും, എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പിന് വെളിയിലോട്ട് വരും. അതേസമയം ബട്ട് ഇഫ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ, statements inside body of for loop is executed and update statement is updated. അതേസമയം ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നേരെ ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. എന്ന് വെച്ചാൽ ആ രണ്ട് ബ്രാക്കറ്റിനും ഇടയ്ക്ക് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ രണ്ട് ബ്രാക്കറ്റിനും ഇടയ്ക്ക് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും നേരെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. അത് വീണ്ടും ട്രൂ ആണോ നോക്കും. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ഫോർ ലൂപ്പിലോട്ട് വരും, അത് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരും. അങ്ങനെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുന്നത് വരെ ഈ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. Again the test expression evaluated and this process repeats until the text expression is false. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷൻ ആണ്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. അതേസമയം ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ആ ഫോർ ലൂപ്പിന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഫോർ ലൂപ്പിന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഫ്ലോ ചാർട്ടാണ്. ആദ്യം ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരുന്നു. ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരുമ്പോൾ അവിടെ രണ്ട് സിറ്റുവേഷൻ വരാം, ട്രൂ ആവാം ഫോൾസ് ആവാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഫോർ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോർ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷനിലോട്ട് വരുന്നു. എക്സ്പ്രഷൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരുന്നു. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഫോർ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫോർ ലൂപ്പിൽ. ഇതാണ് അടുത്തത് while loop. While loop. While loop is used to iterate a part of a program several times. ഒരു പ്രോഗ്രാമിന്റെ ചില പാർട്സ് റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് while loop എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ while loop നമുക്ക് യൂസ് ചെയ്യാം. If the number of iterations is not fixed, it is recommended to use while loop. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർ ലൂപ്പ് ആണെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതേസമയം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞൂടാങ്കിൽ അവിടെ നമുക്ക് while loop യൂസ് ചെയ്യാം. അപ്പോൾ if the number of iteration is not fixed, it is recommended to use while loop. അപ്പം iterations എത്രയാണെന്ന് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതേസമയം iteration എത്രയാണെന്ന് നമുക്ക് വ്യക്തത ഇല്ലെങ്കിൽ അവിടെ നമുക്ക് while loop യൂസ് ചെയ്യാം. ഇനി while loopന്റെ സിന്റാക്സ്. while ബ്രാക്കറ്റില് ടെസ്റ്റ് എക്സ്പ്രഷൻ, while loopന്റെ ഓപ്പണിംഗ് ബ്രേസ്, ബോഡി ഓഫ് ദി while loopന്റെ ബോഡി, ഇനി while loopന്റെ ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് while loopന്റെ സിന്റാക്സ്. while ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, അത് കഴിഞ്ഞ് while loopന്റെ ഓപ്പണിംഗ് ബ്രേസ് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദി while loopലോട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ while loopന്റെ അകത്തോട്ട് വരും. while loopന്റെ അകത്തോട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഓഫ് ദി while loop എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. അത് ട്രൂ ആണോ നോക്കും, അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. വർക്കിംഗ് ഓഫ് while loop. വീണ്ടും എന്റെ സിന്റാക്സ് നോക്കുകയാണെങ്കിൽ while ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് while loopന്റെ ഓപ്പണിംഗ് ബ്രേസ്,
ബോഡി ഓഫ് ഓയിൽ ലൂപ്പിന്റെ ബോഡി അതിന്റെ ക്ലോസിംഗ് ബ്രേസ്. ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. If the test expression is true, code inside the body of oil loop is executed. Test expression രണ്ട് സിറ്റുവേഷൻ വരാം. ഫോർ ലൂപ്പിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ പോലെ ഇവിടെയും ഓയിൽ ലൂപ്പിൽ ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഒന്നുകിൽ ഫാൾസ് ആവാം അല്ലെങ്കിൽ ട്രൂ ആവാം. ഫാൾസ് ആണെങ്കിൽ ഓയിൽ ലൂപ്പിന് എക്സിറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഓയിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ, കോഡ്സ് ഇൻസൈഡ് ബോഡി ഓഫ് ഓയിൽ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഓയിൽ ലൂപ്പിന്റെ ബോഡിക്കകത്തുള്ള കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓയിൽ ലൂപ്പിന്റെ ബോഡിയിലൂടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് റിപ്പീറ്റ്സ് അണ്ടിൽ ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ഫാൾസ്. ബോഡി എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് പോകും, അത് ട്രൂ ആണെന്ന് നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് പോകും, ട്രൂ ആണെന്ന് നോക്കും. എങ്കിൽ വീണ്ടും ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആകുമ്പോൾ ഈ ഓയിൽ ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട്. അതാണ് again the test expression is evaluated and this process repeats and the test expression is false. If the test expression is false, oil loop is terminated. എപ്പോഴെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ അവിടെ ഓയിൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഫ്ലോ ചാർട്ട് കൂടാതെ നോക്കാം. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ ഓയിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓയിൽ ലൂപ്പിന്റെ ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഓയിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും, അത് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ഓയിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്യും. ഏതുവരെ റിപ്പീറ്റ് ചെയ്യും? ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നത് വരെ. എപ്പോഴെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഓയിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ്. ഇതാണ് ഓയിൽ ലൂപ്പിന്റെ ഫ്ലോ. അടുത്തത് ഡു ഓയിൽ ലൂപ്പ്. ഡു ഓയിൽ ലൂപ്പ്. ഡു ഓയിൽ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു ഇറ്ററേറ്റ് എ പാർട്ട് ഓഫ് എ പ്രോഗ്രാം സെവറൽ ടൈംസ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമിലെ ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഡു ഓയിൽ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. If the number of iterations is not fixed and if the loop should be executed at least once, it is recommended to use do while loop. But a common fact, നമ്മൾ നേരത്തെ ഫോർ ലൂപ്പിന്റെ പ്രത്യേകത ഐറ്ററേഷൻസ് ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞു ഐറ്ററേഷൻസ് ഫിക്സഡ് അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ലൂപ്പ് യൂസ് ചെയ്യാം. പക്ഷെ ഓയിൽ ലൂപ്പിന്റെ പ്രത്യേകത ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യമേ ഫാൾസ് ആണെങ്കിൽ ഓയിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഓയിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ ബോഡി ഫസ്റ്റ് ടൈം കമ്പൽസറി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ. ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കണം. അതിനുശേഷം പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഒന്ന്, നമ്പർ ഓഫ് ഐറ്ററേഷൻസ് ഫിക്സഡ് അല്ലെങ്കിൽ. രണ്ട്, ഈ ലൂപ്പിന്റെ ബോഡി അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതാണ് ഇഫ് ദി നമ്പർ ഓഫ് ഐറ്ററേഷൻ ഇസ് നോട്ട് ഫിക്സ്ഡ് ആൻഡ് ഇഫ് ലൂപ്പ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു യൂസ് ഡു വൈൽ. ഈ രണ്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഇനി ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്. ഡു കഴിഞ്ഞിട്ട് ഡു വൈൽ ലൂപ്പിന്റെ ഓപ്പണിംഗ് ബ്രേസ്, എന്നിട്ട് അവിടെ ബോഡി ഓഫ് ദി ഡു വൈൽ ലൂപ്പ്. ഈ ബോഡി ഓഫ് ദി ഡു വൈൽ ലൂപ്പിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ബോഡി ക്ലോസ് ചെയ്യുന്നു. എന്നിട്ടാണ് ഇവിടെ ഓയിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ വരുന്നത്. അപ്പോൾ ഈ സിന്റാക്സിനെ അറിയാം. ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യം എന്തായാലും ബോഡി ഓഫ് ദി ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഓയിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ വരുമ്പോൾ വീണ്ടും അതിന്റെ മെക്കാനിസം പഴയ പോലെ തന്നെയാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആയിരിക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും
ഡൂയിലോട്ട് പോകും. എന്ന് വെച്ചാൽ വീണ്ടും ബോഡി ഓഫ് ദി ഡു ലൂപ്പ് ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യും. എന്നിട്ട് വീണ്ടും ഓയിലിലോട്ട് വരും. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ഡു ലൂപ്പ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം റിപ്പീറ്റ് ചെയ്ത് ഡു ലൂപ്പിന്റെ ബോഡി ചെയ്യും. എപ്പോഴെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ അപ്പോൾ ഡു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇതാണ് ഡു ലൂപ്പിന്റെ വർക്ക്. അപ്പോൾ ഓയിൽ ലൂപ്പുമായിട്ടുള്ള വ്യത്യാസം, ഓയിൽ ലൂപ്പിലാണെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ഓയിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടൈം കണ്ടീഷൻ ഒന്നും നോക്കാതെ ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡു ലൂപ്പ് യൂസ് ചെയ്യാം. ഡു ലൂപ്പിന്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ല ബ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ബോഡി ഓഫ് ദി ഡു ലൂപ്പ് ഒരു സ്റ്റേറ്റ്മെന്റ്സ് വരാം. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്യുന്നു. എന്നിട്ടാണ് ഓയിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോൾ ഈ ഡു ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് വരും. അതിന്റെ വർക്കിംഗ് നമ്മൾ പറയുന്നു. നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഡു ലൂപ്പിന്റെ ഓപ്പണിംഗ് ബ്രേസ്, ബോഡി ഓഫ് ദി ഡു ലൂപ്പ്, അതിന്റെ ക്ലോസിംഗ് ബ്രേസ്, എന്നിട്ട് ഓയിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇവിടെ പ്രത്യേകത, ഓയിൽ ലൂപ്പ് ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിയുമ്പോൾ സെമിക്കോളൻ ഇല്ല. പക്ഷെ ഇവിടെ ഡു ലൂപ്പിൽ ഓയിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞ് കമ്പൽസറി ആയിട്ട് സെമിക്കോളൻ ഉണ്ട്. The code inside the body of do while loop is executed at least once. Then only the test expression is checked. Do while loop in the body ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് മാത്രമേ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുള്ളൂ. If test expression is true, the body of loop is executed. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. This process continues until the test expression becomes false. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആയിരിക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. വീണ്ടും അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ് until the test expression becomes false. Test expression false ആവുന്ന സമയം വരെ ഇത് റിപ്പീറ്റ് ചെയ്യും. When the test expression is false, do while loop is terminated. അങ്ങനെ എപ്പോഴെങ്കിലും ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ അപ്പോൾ do while loop അവിടെ terminate. ഈ ലോജിക്ക് നമ്മൾ ഫ്ലോ ചാർട്ടിൽ കാണിക്കുന്നു. സ്റ്റാർട്ടിങ് ഇവിടുന്ന് വരുന്നു. do while ലൂപ്പിന്റെ ബോഡി ആദ്യത്തെ പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരുന്നു. ഇവിടെ വരുമ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്നുകിൽ ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ട്രൂ ആണെങ്കിൽ വീണ്ടും ഡു വൈൽ ലൂപ്പ് ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. അത് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷന്റെ സ്റ്റാറ്റസ് നോക്കും, ഇവാലുവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും വൈൽ ലൂപ്പ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നവരെ. എപ്പോഴെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഇത് ഡു വൈൽ ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഡു വൈൽ. C++ 3 ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഓക്കെ, താങ്ക് യു.